അജഗജനാട് തപസ് മത്സരം നടത്തുന്നു. ബുദ്ധി കൂട്ടാനുള്ള വഴിയാണെന്ന്. ഞാനും പോകുന്നുണ്ട്. ഛേ ഛേ, കഷ്ടം. തന്നെ പോലൊരു കടുവ ഒരാടിന്റെ പിന്നാലെ. ബുദ്ധി കൂടിയാൽ ഉടനെ ഞാൻ തപസ് നിർത്തും സൂത്ര. ഛേ, മോശം, നാണക്കേട്, അപമാനം. ജയിച്ചാൽ സമ്മാനവുമുണ്ട്. അജഗജൻ അവതരിപ്പിക്കുന്ന തപസ് മത്സരം. ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് മുഷ്ടി മാത്രം പുഷ്ടിപ്പെടുത്തുന്നവർ ഗോഷ്ഠിക്കാരാണ്. ഹിഹി, പഷ്ട്. കെഞ്ചി പറയാതെ തന്നെ 5 പേർ നെഞ്ചു വിരിച്ച് സഞ്ചരിച്ചെത്തിയത് കണ്ട് പുഞ്ചിരി ഗഞ്ചിര കൊട്ടുന്നു. ഹിഹി. ദോഷമില്ലാത്ത ഈ ഭാഷ ഭേഷാണെങ്കിലും ചൂഷകർക്ക് പോലും ഇത് രോഷം ശേഷിപ്പിക്കുമെന്നതുകൊണ്ട് കുൽസിതന്മാർ ഭത്സിക്കാതിരിക്കാനായി മത്സര വിവരങ്ങൾ ഉത്സർജിക്കുന്നത് വത്സല ശിഷ്യനായ മത്സ്യമുഖനാണ്. ഞാനാണ് മത്സ്യമുഖൻ. മത്സരത്തെപ്പറ്റി ഞാൻ പറയാം. പാറയുടെ മുകളിൽ തപസ്സിരിക്കലാണ് മത്സരം. ഏറ്റവും കൂടുതൽ നേരം തപസ്സിരിക്കുന്നയാൾ ജയിക്കും. ഹി ഹി. കൂടുതൽ ബുദ്ധിയുള്ളവർ കൂടുതൽ തപസ് ചെയ്യുമെന്നാണ് അജഗജ ഗുരു പറയുന്നത്. ഹി ഹി. എങ്കിൽ ശേരു തന്നെ ജയിക്കും. 5 പേരും ആ കുന്നിന്റെ മുകളിൽ ഓരോ പാറ തിരഞ്ഞെടുത്ത് തപസ് തുടങ്ങിക്കോളൂ. ഏറ്റവും ഒടുവിൽ കുന്നിറങ്ങി വരുന്നയാളാണ് വിജയി. മുന്നും പിന്നുമില്ലാതെ തന്നിലേക്ക് തന്നെ ഉന്നം വച്ചോളൂ. ചിന്നിത്തെന്നി പോകുന്നതെല്ലാം മിന്നിത്തെളിയും. ഹി ഹി. ദേ ഒരുത്തം വരുന്നു. ഭയങ്കര വെയില്, ഇരിക്കാൻ പറ്റുന്നില്ല. ദേ വേറെ 2 പേര് കൂടി തോറ്റു. കണ്ണ് വേദനിക്കുന്നു. ഉറുമ്പ് കടിച്ചപ്പോൾ ഞാൻ നിർത്തി. ഷേരു ജയിച്ചു, ഷേരു ജയിച്ചു. കളിയാക്കി ചിരിച്ചാൽ മാത്രം പോരാ, താനൊക്കെ ഷേരുവിനെ കണ്ടുപഠിക്ക്. വരൂ, ഷേരുവിനെ ആഘോഷമായിട്ട് കൊണ്ടുവരണം. ഹോ, ഷേരുവിന് ഇത്രയും തപശക്തി ഉണ്ടെന്ന് അറിഞ്ഞില്ല. തപശക്തിമാൻ ഷേരു കീ ജയ്. ഷേരു, തപസിൽ താനാ ജയിച്ചത്. ഞാനേ തപസ് തുടങ്ങിയിട്ടില്ല. ഈ പാറപ്പുറത്തൊന്ന് കേറാൻ പറ്റിയിട്ട് വേണ്ടേ?